ഹലോ എവരിബഡി, ദിസ് ഈസ് ജിറ്റോ ശ്രീമൻ. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് കാറ്റാടിപ്പാറയിലാണ്. എൻ്റെ മുമ്പിലുള്ളത് KTMന്റെ അഡ്വഞ്ചർ 390 ആണ്. അപ്പോൾ ഇതിപ്പോൾ കേരളയിൽ ലോഞ്ച് ചെയ്ത ആദ്യത്തെ 6 അഡ്വഞ്ചർ 390 ഒരെണ്ണമാണ്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. സോ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ഈ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് മുമ്പത്തെ 390ക്കാളും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ലുക്കാണ്. ന്യൂ വിൻഡ് സ്ക്രീൻ ആൻഡ് പ്രൊജക്ടർ ഹെഡ് ലാമ്പ്. ഓ സാധനം ഒന്ന് ഓണാക്കാം. അതില്ലേ ഓ നല്ല വെയിൽ ചെയ്തുകൊണ്ട് അത്രയ്ക്ക് ക്ലിയർ ഒന്നുമല്ല. സോ ഈ പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സിൻ്റെ കാര്യം പറയാൻ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം രാവിലെ 4 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് അതാണ് എൻ്റെ V3. ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത് കൊല ശോകം എന്ന് വെച്ചാൽ കൊല ശോകമായിരുന്നു ഇന്ന്. ഇപ്പോൾ ഞാൻ റൈഡ് വന്ന ടൈമിൽ എൻ്റെ വണ്ടിയുടെ ബാക്കിൽ ഈ അഡ്വഞ്ചർ 390 ആയിരുന്നു. ഇതിൻ്റെ പ്രൊജക്ടർ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു വെളിച്ചം കൊണ്ട് മാത്രമാണ് ഈ സ്ട്രീറ്റ് ലൈറ്റും ഉണ്ടായില്ല, റിഫ്ലക്ടർ പോലും ഉണ്ടായില്ല റോഡിൽ. എന്നിട്ട് ഈ പ്രൊജക്ടർ ലൈറ്റിൽ മാത്രമാണ് ഈ കാറ്റാടിപ്പാറ വരെ എത്തിയത്. സോ പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ LED ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ പീക്ക് മഡ് ഗാർഡ്, പിന്നെ ട്യൂബ്ലെസ് ടയേഴ്സ് ആണ്. അതാണ് ഇപ്പോൾ one of the major highlights of this Adventure 390. Tubeless tires, upside down USD forks and dual channel ABS. Of course switchable ആണ്. ഇപ്പോൾ ഓഫ് റോഡ് പോകുന്ന സമയത്ത് കംപ്ലീറ്റ്ലി സ്വിച്ചബിൾ ആയ ഡ്യുവൽ ചാനൽ ABS ആണ്. പിന്നെ 399cc ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് കിടക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലെല്ലാം വേറെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വാട്ടർ റൈഡിങ് കപ്പാസിറ്റിയാണ്. അതും കംപ്ലീറ്റ്ലി KTMന്റെ ഏറ്റവും പുതിയൊരു ടെക്നോളജിയാണ്. ഏതാണ്ട് 400 mm വാട്ടർ റൈഡിങ് കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൈറ്റ് വരെ എന്തായാലും വണ്ടി വെള്ളത്തിൽ മുങ്ങി ഓടിക്കാൻ പറ്റും. വെള്ളത്തിൽ മുങ്ങി കണ്ട് ഇത്രയ്ക്കും വരെ വെള്ളം കയറി കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ന്യൂ ടെക്നോളജി ഫ്രം KTM ആൻഡ് ദാറ്റ്സ് എ റിയലി ഗുഡ് ഇന്നോവേഷൻ. സോ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് അഡ്വഞ്ചർ 390ൽ എൻ്റെ കാല് ഏകദേശം ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. ഇങ്ങനെയായിരുന്നു എൻ്റെ കാല് വെക്കാൻ പറ്റാവുന്നത്. അത് ഭയങ്കര വലിയൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡ് പോകുന്ന സമയത്ത് നമ്മുടെ കാല് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യണത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ഓഫ് റോഡ് പോകുന്ന സമയത്ത് നമുക്ക് കാല് കുത്തുന്ന സിറ്റുവേഷനിൽ വല്ല കുഴിയൊക്കെ ആയിരിക്കും. ആ സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ കുത്താൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാല് ഇങ്ങനത്തെ രീതിയിൽ കുത്താൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ബാലൻസ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ പ്രീവിയസ് 390 വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഐ റിയലി ലൈക്ക് ദിസ് വെഹിക്കിൾ. ആൻഡ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഏകദേശം ഒരു കയറ്റത്താണ്, പക്ഷേ നന്നായിട്ട് എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റും ഈ വണ്ടി. അപ്പോൾ മുമ്പത്തെ 390നെക്കാളും ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയിട്ടുണ്ട്, ബട്ട് സീറ്റ് ഹൈറ്റ് എന്ന രീതിയിൽ കുറച്ചിട്ടുണ്ട്. അത് ഇതിന് ഷോക്ക് തന്നെയാണ്. ഷോക്ക് നേരെ അപ്രൈറ്റ് ആയിരുന്നു ഇരിക്കാറുള്ളത്, ഇപ്പോൾ ഇത് സൈഡിലേക്കായിട്ട് മാറിയേക്കാണ്. ആ ഒരു ചേഞ്ച് കാരണം തന്നെ ആണ് മെയിനായിട്ടും ഇത്രയ്ക്കും ഗ്രൗണ്ട് ക്ലിയറൻസിൽ നമുക്ക് ഫ്ലാറ്റ് ഫുട്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്നത്. സോ ട്യൂബ്ലെസ് ടയേഴ്സ്, 400 mm വാട്ടർ റൈഡിങ് കപ്പാസിറ്റി, പിന്നെ സീറ്റിംഗ് പൊസിഷൻ. ഓഫ് കോഴ്സ് അഡ്വഞ്ചർ ബൈക്സിനെ പോലെയുള്ള അടിപൊളി സീറ്റിംഗ് പൊസിഷനാണ്. പിന്നെ മിറേഴ്സ്, ഡോമിനോറിൻ്റെ ഒരു മിററിൻ്റെ ചെറിയൊരു ലുക്കൊക്കെ ഉണ്ട്, പക്ഷേ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 40.5 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയാണ്. പിന്നെ ഒരു പ്രീവിയസ് അഡ്വഞ്ചർ ബൈക്സ് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റ് പില്ലിയൻ സീറ്റ് വളരെ ചെറുതാണ്. ഓക്കെ, അപ്പോൾ ഒരു റാലി വണ്ടി വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് പില്ലിയൻ സീറ്റ് ഓക്കെയാണ്, ചെറുത് തന്നെയാണ്. പക്ഷേ പില്ലിയൻ കംഫർട്ട് എന്ന രീതിയിൽ ഇത്തിരി കുറവായിരിക്കും, കാരണം ഇത്രയും കൂടി നാരോഡാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു നെഗറ്റീവ് എനിക്ക് ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്തു. ബട്ട് കംപ്ലീറ്റ്ലി റാലി എന്ന രീതിയിൽ ഓഫ് റോഡ് എന്ന രീതിയിൽ പോവുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ബാക്ക് ഡിസൈൻ ഇസ് റിയലി ഗുഡ്. ഓക്കെ, പിന്നെ വണ്ടിയുടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്. ഇപ്പോൾ നമ്മളൊരു ഓഫ് റോഡ് പോകുന്ന സമയത്ത് സസ്പെൻഷൻ വളരെ സോഫ്റ്റും സ്റ്റിഫും ആവണമെങ്കിൽ സോ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഗട്ടറൊക്കെ ചാടുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് പോകണമെങ്കിൽ ഇതിൻ്റെ സസ്പെൻഷൻ കുറച്ചുകൂടി സോഫ്റ്റ് ആക്കാനും പറ്റും. പിന്നെ അപ്പോൾ സോഫ്റ്റ് ആകുന്ന സമയത്ത് റീബൗണ്ട് വളരെ കുറവായിരിക്കും. പക്ഷേ സ്റ്റിഫ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സസ്പെൻഷൻ ചാടുന്ന സമയത്ത് റീബൗണ്ട് കുറച്ചുകൂടി കൂടുതലായിരിക്കും. സോ പിന്നെ ഇതിന് അഡ്ജസ്റ്റബിൾ ലിവേഴ്സാണ്. ബ്രേക്ക് ലിവർ അതുപോലെ തന്നെ ക്ലച്ച് ലിവേഴ്സും അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ നക്കിൾ ഗാർഡാണ്. നക്കിൾ ഗാർഡ് ഓഫ് കോഴ്സ് നല്ലൊരു ക്വാളിറ്റിയാണ്, ബട്ട് ചെറിയൊരു അനക്കമുണ്ട്. വണ്ടിയുടെ ബാഷ് പ്ലേറ്റ്, അതുപോലെ തന്നെ ബ്രേക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് വയ്ക്കുന്ന ഇതൊന്നും ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് അല്ല, ഇതെല്ലാം സ്റ്റോക്കായിട്ട് തന്നെ വരുന്നതാണ്. ഇതുപോലെ തന്നെ ഇവിടെ ബ്രേക്ക് ചവിട്ടുന്ന ഇവിടെ തന്നെ ഇത് അഡ്ജസ്റ്റബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ക്യാമറ എടുത്തിക്കുക. ഇപ്പോൾ നമ്മുടെ കാലിൻ്റെ നീട്ടത്തിനനുസരിച്ചിട്ട് തന്നെ ഇവിടെ അഡ്ജസ്റ്റബിൾ ആണ്, നമുക്ക് ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടേക്ക് ഫിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ടീത്ത്സ് ഉണ്ട് കുറച്ചുകൂടി ഗ്രിപ്പ് കിട്ടാനായിട്ട്. അതുപോലെ തന്നെ ഈ ബ്രേക്ക് ഈ ഫുഡ് പെക്ക് ഈ ഫുഡ് പെക്ക് കംപ്ലീറ്റ്ലി റിമൂവബിൾ ആണ്, നമുക്ക് ഗ്രിപ്പ് കൂടുതൽ കിട്ടാനായിട്ട് ഇത് റിമൂവബിൾ ആണ്. അതുപോലെ തന്നെ പ്രൊട്ടക്ഷനും കൂടി കിടക്കുന്നുണ്ട്. സോ ഇനി അപ്പർ സൈഡിലേക്ക് പോവാം.
അപ്പർ സൈഡിലേക്ക് പോകുമ്പോൾ അതുപോലെ തന്നെ സെയിം തന്നെയാണ്. ബട്ട് ഇവിടെ ഗിയർ ചേഞ്ച് ചെയ്യുന്ന ഇവിടെ കണ്ടോ, ഈ ഒരു ചേഞ്ച് കണ്ടോ ഈ സംഭവം. ഇപ്പോൾ നമ്മൾ ക്രാഷ് ചെയ്യുന്ന സമയത്ത് ഇത് ഒടിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് ഈ സാധനം ഉള്ളത്. സോ ഈ വണ്ടിയുടെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിൽ ഗ്രാബ് റെയിലാണ്. അപ്പോൾ നമുക്ക് ഒരു ലോങ് ട്രാവലിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ലഗേജ് കെട്ടാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഹോൾസൊക്കെയും കിടക്കുന്നുണ്ട്. സോ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായല്ലോ, പ്രീവിയസ് സസ്പെൻഷനേക്കാളും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ലൊക്കേഷനിലാണ് കിടക്കുന്നത്. അത് അഡ്ജസ്റ്റബിളും കൂടിയാണ്, നമുക്ക് സോഫ്റ്റും ഹാർഡ് ആക്കാൻ രീതിയിൽ അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ കമോൺ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് തിങ്. പിന്നെ TFT ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഇവിടെ മോഡ്സൊക്കെയും ചേഞ്ച് ചെയ്യാം. സോ ഏതൊക്കെയാണ് മോഡ്സ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ TFT ഡിസ്പ്ലേ അല്ലാതെ നമുക്ക് വേറെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ, TFT ഡിസ്പ്ലേ അല്ലാതെ വേറൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് നമുക്ക് USB ചാർജർ ഉണ്ട്, അതും Type-C ചാർജറാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഫോൺ സ്റ്റാൻഡ് ഇല്ല, ഫോൺ സ്റ്റാൻഡ് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി Type-C ചാർജറിൽ നിന്ന് തന്നെ നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാവുന്നതാണ്. സോ വേറൊരു കാര്യം ഈ അഡ്വഞ്ചർ 390 ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രോളിംഗ് ഫീച്ചറാണ്. സംഭവം എന്താണെന്ന് ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. സോ വണ്ടി ഫസ്റ്റ് ഗിയറിലാണ്. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഞാനിപ്പോൾ തോട്ടിൽ കൊടുക്കുന്നില്ല, ഐ ആം ജസ്റ്റ് റിലീസിങ് ദ ക്ലച്ച്. ഞാൻ ക്ലച്ച് റിലീസ് ചെയ്ത സമയത്ത് തന്നെ വണ്ടി അങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങാണ്. ഞാനിപ്പോഴും ആക്സിലേറ്ററോ ത്രോട്ടിലോ ഒന്നും കൊടുത്തിട്ടില്ല. ആൻഡ് ഇതൊരു ഹില്ലി ഏരിയ ആണ്, ചെറുതായിട്ടൊന്ന് കയറ്റം കൂടി ഉണ്ട്, എന്നിട്ടാണ് ഈ വണ്ടി കയറി പോകുന്നത്. ഞാൻ ക്ലച്ച് ലീവർ ഇപ്പോഴും കംപ്ലീറ്റ്ലി റിലീസ് ചെയ്തിട്ടില്ല, വളരെ സ്ലോ ആയിട്ട് തന്നെയാണ് പോകുന്നത്. എനിക്ക് റിലീസ് ചെയ്യാൻ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ കിട്ടിയിട്ടില്ല. ഓക്കെ, ഞാനിപ്പോൾ ക്ലച്ച് ലീവർ കംപ്ലീറ്റ്ലി റിലീസ് ചെയ്തു. ഞാൻ 2 കൈയും ഇവിടെയാണ് വെക്കണേ. സോ കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു ക്രോളിംഗ് ഫീച്ചർ. എന്ന് വെച്ചാൽ ആകെ ഒരു 1000-2000 RPM തന്നെ വണ്ടി പോകുന്നത്. ബട്ട് ആ ഒരു 2000 RPM തന്നെ ഇപ്പോൾ ചെറിയൊരു കയറ്റമാണ്, ആ കയറ്റത്തിൽ തന്നെ വണ്ടി നന്നത്തെ കയറി പോകുന്നത് കണ്ടോ. സോ ദാറ്റ്സ് എ റിയലി ഗുഡ് ഫീച്ചർ ഓഫ് ദ അഡ്വഞ്ചർ 390. അപ്പോൾ ഞാൻ ജസ്റ്റ് ത്രോട്ടിൽ കൊടുക്കാണ്. ആൻഡ് ദാറ്റ്സ് ഹൗ യു ഗോ. പില്ലൻ സീറ്റിൽ ഒരു കുഷൻ സീറ്റ് അല്ല എന്നുള്ളൊരു ഡിഫിക്കൽട്ടി മാത്രമേ ഉള്ളൂ. പക്ഷേ ഗട്ടർ ചാടുന്നൊരു ഫീല് അത്രയും കിട്ടുന്നില്ല. കുറച്ചുകൂടി വൈഡർ പില്ലൻ സീറ്റ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഓക്കെ. ഇനി ഇതിന് മച്ച് അവൈറ്റഡ് എക്സോസ് സൗണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ എക്സോസ് സൗണ്ട് കേൾക്കാം. അങ്ങനെ അഡ്വഞ്ചർ 390 കുറച്ചും കൂടി ബമ്പി ടെറൈനിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. ആൻഡ് ഡെഫിനറ്റ്ലി KTM has killed it. Oh my god, എൻ്റെ പൊന്നോ, സംഭവം സെറ്റ് വണ്ടിയാണ്. ലൈറ്റ് വെയ്റ്റ് ആൻഡ് പവർ, ആ റേഷ്യോ ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ, ഐ റിയലി ഫെൽ ഇൻ ലവ് വിത്ത് ദിസ് ബൈക്ക്. എൻ്റെ അമ്മ ആ കുഞ്ഞു കട്ടർ അറിയുന്ന പോലുമില്ല. ബട്ട് വണ്ടിയിൽ പ്രേമം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ബഡ്ജറ്റ് എന്തായാലും എത്തില്ല. എക്സ്ഷോറൂം ഏതാണ്ട് 3,60,000 ആ റേഞ്ചിലാണ്. ഓൺ റോഡ് വരുമ്പോഴേക്കും 480, 490 എത്തില്ല. വണ്ടി എൻ്റെ ബഡ്ജറ്റിൽ എത്തില്ല എന്നുള്ളൂ. ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ്സ് വാല്യൂ ഫോർ മണി. ഇതിന് TFT ഡിസ്പ്ലേയിലുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഡിസ്പ്ലേയിലുള്ള റൈഡ് മോഡായ സ്ട്രീറ്റ്, ഓഫ് റോഡ്, റെയിൻ, അതുപോലെ തന്നെയുള്ള തന്നെ ABS ഓൺ ആക്കാം, സ്വിച്ചബിൾ ABS ആയ റോഡ്, ഓഫ് റോഡ് എന്ന രീതിയിൽ ABS ഓൺ ഓഫ് ആക്കാം, ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആക്കാം, ഓഫ് ആക്കാം. അതുപോലെ തന്നെ ക്യുക്ക് ഷിഫ്റ്റർ, സ്വിച്ചബിൾ ക്യുക്ക് ഷിഫ്റ്റർ ആദ്യമായിട്ടാണ് വന്നത്. പിന്നെ ഡിസ്പ്ലേയുടെ ഡിസൈൻസ് മാറ്റാൻ പറ്റും. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഈ വണ്ടിയുമ്പോൾ തന്നെയുണ്ട്. പിന്നെ വേറൊരു ഹൈലൈറ്റിംഗ് ഫീച്ചർ ഓഫ് ദിസ് അഡ്വഞ്ചർ 390 ഈസ് അതിൻ്റെ ക്രൂയിസ് കൺട്രോൾ. ആ ക്രൂയിസ് കൺട്രോൾ സ്വിച്ചാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ ആ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ച് 2 മോഡ്സ് ആക്കാം. അത് സ്പീഡ് ലിമിറ്ററും ആക്കാം, അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ എന്ന സ്വിച്ചും ആക്കാം. ഇതാണ് പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെയും. ഈ വണ്ടിയിലെ ഫീച്ചേഴ്സ് ഈസിലി ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് കസ്റ്റമായിട്ട് സ്വിച്ചിൽ അസൈൻ ചെയ്യാവുന്നതാണ്. ഓരോ സ്വിച്ചിലും ഓരോ ഫീച്ചർ എന്ന രീതിയിൽ അസൈൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി 2 ഡിവൈസിൽ നമുക്ക് ഒരേ സമയം കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോണിലും അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റർകോമിലും ഒരുമിച്ച് കണക്ട് ചെയ്യാൻ പറ്റാവുന്നൊരു ഫീച്ചറും കൂടി ഈ TFT ഡിസ്പ്ലേയിലുള്ളതാണ്. ആൻഡ് KTM has outdone it. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് വാല്യൂ ഫോർ മണി. ഇനി നേരെ ക്രൂയിസ് കൺട്രോളിലേക്ക്. ഇപ്പോൾ ഞാൻ ടോഗിൾ ചെയ്യുന്ന സ്വിച്ച് കണ്ടോ, പ്ലസ് സ്വിച്ച് ഫോർ ഇൻക്രീസിങ് ദ സ്പീഡ് ആൻഡ് മൈനസ് സ്വിച്ച് ഫോർ ഡിക്രീസിങ് ദ സ്പീഡ്. ഇപ്പോൾ ക്രൂയിസ് കൺട്രോൾ ഞാൻ ആക്ടിവേറ്റ് ചെയ്യാണ്. ക്രൂയിസ് കൺട്രോൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ തന്നെ
അതിൻ്റെ TFD ഡിസ്പ്ലേയിനുള്ളിൽ സ്പീഡ് അസൈൻ ചെയ്യാൻ വരും. അപ്പോൾ നമ്മൾ നേരെ മൈനസ് സ്വിച്ച് നിൽക്കുക. അങ്ങനെ 60-61 കിലോമീറ്ററിൽ ഇപ്പോൾ സ്പീഡ് ലോക്കായി കിടക്കുകയാണ്. ഞാൻ വണ്ടിയുടെ ത്രോട്ടിലിൽ നിന്ന് കംപ്ലീറ്റ്ലി കൈ റിലീസ് ചെയ്തേക്കാണ്. ആൻഡ് സ്റ്റിൽ ഇറ്റ്സ് ഗോയിങ് സ്മൂത്ത്ലി ഇൻ ദ 60s. അപ്പോൾ വളരെ സ്മൂത്തായിട്ടാണ് ക്രൂയിസ് കൺട്രോൾ വർക്ക് ചെയ്യുന്നത്. ഇനി ഒന്ന് സ്പീഡൊന്ന് ലോവർ ചെയ്യണം. അപ്പോൾ അതേ പിന്നെയും ഞാൻ മൈനസ് സ്വിച്ച് നേരെ ഞെക്കാൻ പോവുകയാണ്. ഞാൻ ഇപ്പോൾ കണ്ടിന്യൂസ്ലി മൈനസ് സ്വിച്ച് ഞെക്കി. ഇപ്പോൾ സ്പീഡ് നേരെ ലോവറായി. ഇപ്പോൾ ഓൾമോസ്റ്റ് 54-53 എന്ന രീതിയിലേക്ക് സ്പീഡ് ലോവറായി കിടക്കുന്നുണ്ട്. ഇനി ഇതേ ഞാൻ പ്ലസ് സ്വിച്ച് ഞെക്കി ഇതേ സ്പീഡ് കൂട്ടാണ്. ഇതേ പിന്നെയും സ്പീഡ് കൂട്ടി. സോ ദാറ്റ്സ് ക്രൂയിസ് കൺട്രോൾ. പിന്നെ അഡ്വഞ്ചർ 390യുടെ വേറൊരു ഹൈലൈറ്റിംഗ് ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലെ ഫൈബേഴ്സ് കംപ്ലീറ്റ്ലി സ്ക്രാച്ച് പ്രൂഫാണ്. അതിൻ്റെ ഫൈബർ കംപ്ലീറ്റ്ലി സ്ക്രാച്ച് പ്രൂഫ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പാനൽ എന്ന് പറഞ്ഞാൽ PP പാനലാണ്. കംപ്ലീറ്റ്ലി മോൾഡഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി ഒരു വണ്ടിയുടെ ഫൈബർ പാർട്ടിൽ സ്ക്രാച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ക്രാച്ച് ആകുന്ന ഭാഗത്തിൻ്റെ ഉള്ളിൽ ഒന്നെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് കളർ ആയിരിക്കും. പക്ഷേ ഇവിടെ ഈ KTത്തിൻ്റെ കേസിൽ ആ ഫൈബറിനുള്ളിലെ ആ പുറത്തെ കളർ തന്നെയായിരിക്കും ഉള്ളിൽ. അപ്പോൾ സൈഡിലുള്ള ഗ്രാഫിക്സോ കാര്യങ്ങളോ ഒക്കെയും സ്ക്രാച്ച് ആയാലും അതിൻ്റെ ഉള്ളിലും സെയിം കളർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്ക്രാച്ചസ് ഒട്ടും ഡിറ്റക്റ്റബിൾ അല്ല. പിന്നെ വണ്ടി റൈഡ് ചെയ്തപ്പോൾ എൻ്റെ പൊന്നോ പറയാനില്ല, എന്ത് അഗ്രസീവ് പവറാണെന്നറിയോ. വാട്ട് ദ ഓഫ് ലാംഗ്വേജ്. എന്നെ പറയാൻ പറ്റാത്തൊരു ഇബാര ഫീൽ തന്നെയായിരുന്നു. പക്ഷെ അത്രയ്ക്കും പവർ ഈ വണ്ടിയിലുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി ഹാൻഡിലബിളാണ്. അതിൻ്റെ ബ്രേക്ക് സെറ്റാണ് കേട്ടോ. എനിക്ക് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിച്ചെടുത്ത് കിട്ടുന്നുണ്ട് ആ വണ്ടിയുടെ ബ്രേക്ക്. അങ്ങനെ ഇതുപോലെ തെറിച്ച് പോകുന്ന വണ്ടിയുടെ രാത്രിയിലുള്ള റിവ്യൂ കാണാം. ഇപ്പം ഞാൻ ഓടിക്കുന്നത് എൻ്റെ V3 ആണ്. അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു റേഞ്ച് വളരെ കുറവാണ്. ഇപ്പം ഞാൻ ഓടിക്കുന്നത് അഡ്വഞ്ചർ 390 ആണ്. ആ പ്രൊജക്റ്റ് ഹെഡ്ലാമ്പിൻ്റെ റേഞ്ച് കണ്ടോ. പിന്നെ ഞാൻ V3 ഓടിക്കുകയാണ്. പക്ഷേ എനിക്ക് ഒട്ടും വിഷ്വലില്ലാത്ത V3യിൽ ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു വെളിച്ചം കിട്ടുന്നുണ്ട്. അത് ബാക്കിൽ എൻ്റെ V3യുടെ ബാക്കിൽ ഇപ്പോൾ അഡ്വഞ്ചർ 390യുടെ ആ പ്രൊജക്ടർ ഹെഡ്ലാമ്പിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. ആ ഒറ്റ വെളിച്ചം കൊണ്ടാണ് ഈ നൈറ്റ് റൈഡിൽ എനിക്ക് ഇത്രയ്ക്കും വേഗതയിൽ വണ്ടി ഓടിക്കാൻ പറ്റണേ. എനിക്ക് ഒരു വഴികാട്ടി പോലെയായിരുന്നു ഈ റൈഡ് മൊത്തം. ഈ അഡ്വഞ്ചർ 390 ആ പ്രൊജക്ടർ ഹെഡ്ലാമ്പിൻ്റെ റേഞ്ച് കണ്ട. സോ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ KTM അഡ്വഞ്ചർ 390യുടെ ലേറ്റസ്റ്റ് വേർഷൻ്റെ കംപ്ലീറ്റ് റിവ്യൂ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ രസകരമായ വീഡിയോകൾ കുറേ ഇനിയും വരുന്നതായിരിക്കും. ഇനിയും ട്രാവൽ വ്ലോഗ്സ്, ബൈക്ക് റിവ്യൂസ്, അങ്ങനെ കുറേ വീഡിയോസ് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ പീസ് ഔട്ട്. ഇന്ന് നമ്മളിപ്പോൾ കാറ്റടിപ്പാറയിലാണ്. നമ്മുടെ മുമ്പിലുള്ളതിപ്പോൾ ആര്